ഡയഗ്രാംസിന്റെ വീഡിയോ ആണ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്നതെന്ന് മിസ്സിന് അറിയാം. കാരണം നമ്മുടെ എക്സാമിന് ഷോർട്ടായിട്ട് വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് എല്ലാം ഓൾ ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. സോ ഡയഗ്രാംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ ബിലോ ആണ്. ഓക്കെ, ഇതാണ് നമുക്കറിയാം, കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് തന്നെയാണ്. നോ സ്റ്റോക്ക് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത് നോക്കാം. The following figures show two types of vascular bundles. Identify the vascular bundles A and B. Briefly explain A and B in 1 or 2 sentences. ആദ്യം നമുക്കറിയാം എന്താണ് കൺജോയിൻഡ് ആണ്, അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള വാസ്കുലർ ബണ്ടിലാണ്. രണ്ടാമത്തേത് എന്താണ് റേഡിയൽ വാസ്കുലർ ബണ്ടിലാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? കൺജോയിൻഡ് ആൻഡ് ഓപ്പൺ എന്ന് പറയുമ്പോൾ സൈലം ആൻഡ് ഫ്ലോയും ആർ ജോയിന്റ്ലി സിറ്റുവേറ്റഡ് അലോങ് ദി സെയിം റേഡിയസ് ഓഫ് വാസ്കുലർ ബണ്ടിൽ. രണ്ടും ഒരേപോലെയാണ്. അതിന്റെ ഇടയിൽ എന്താണ് ക്യാമ്പിയം കാണും. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്നത്. ഇനി റേഡിയൽ ആണെങ്കിലോ ദ സൈലം ആൻഡ് ഫ്ലോയിൻ വിത്തിൻ എ വാസ്കുലർ ബണ്ടിൽ അറേഞ്ച് ഇൻ ഓൾട്ടർനേറ്റ് മാനർ അലോങ് ദ ഡിഫറെന്റ് റേഡിയ. ഓരോ റേഡിയസിലായിട്ടാണ് നിങ്ങൾ എന്ത് കാണുന്നത്? സൈലവും ഫ്ലോയും കാണുന്നത്. സോ ദാറ്റ് ഈസ് റേഡിയലും അതുപോലെ കൺജോയിന്റും. അടുത്ത് നോക്കാം. ലേബിൾ ദ പാർട്സ് എ ബി സി. റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് വാസ്കുലർ ബണ്ടിൽ സീൻ ഇൻ ദ ഫിഗർ. നിങ്ങൾക്ക് എ കാണാം, ബി സി ഡി കാണാം അല്ലെ. എ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്, ബി എന്ന് പറയുന്നത് കോർട്ടെക്സ് ആണ്, സി സൈലോം ആൻഡ് ഡി എന്ന് പറയുന്നത് ഫ്ലോയും ആണ്. ഇതിന്റെ ഫീച്ചർ എന്താ നോക്കാം. ദേ ആർ യൂഷ്വലി ടു ഫോർ സൈലം ആൻഡ് ഫ്ലോയം പാച്ചസ്. സൈലം പോളിഗണൽ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ റേഡിയൽ അറേഞ്ച്മെന്റ് ആണ്. എക്സാർ പ്രോട്ടോസൈലം ആണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഡൈക്യൂട്ട് റൂട്ടിന്റെ സ്ട്രക്ചറാണ് തന്നിട്ടുള്ളത്. ഫീച്ചേഴ്സുകളെല്ലാം പഠിക്കുക. ഇതിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. അടുത്ത് നോക്കുക. ഫോളോയിങ് ആർ ദ ഡയഗ്രാം ഷോയിങ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് മോണോകോട്ട് സ്റ്റെം. റൈറ്റ്, ഇനി 3 ഡിഫറൻസസ്. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമിനെയും മോണോകോട്ട് സ്റ്റെമിനെയും ഫിഗർ ആണ് തന്നിട്ടുള്ളത്. അത് ഡിഫറൻസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ചോദിച്ചാൽ എപ്പോഴും ടേബിളിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം നോക്കുക. ഗ്രൗണ്ട് ടിഷ്യൂ ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. ഇവിടെയോ അൺഡിഫറൻഷിയേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഹൈപ്പോഡെർമിസ് കോളം കൈമറ്റസ് ആണ്. ഇവിടെ സ്ക്ലീറൻ കൈമറ്റസ് ആണ്. ലാർജ് നമ്പർ സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിലാണ് മോണോകോട്ട് സ്റ്റെമിൽ. ഇപ്പുറത്താണെങ്കിലോ അറേഞ്ച്ഡ് ഇൻ ദ ഫോം ഓഫ് എ റിംഗ് ആണ്. ഇനി സ്ക്ലീറൻ കൈമറ്റസ് ബണ്ടിൽ ക്യാപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്ലീറൻ കൈമറ്റസ് ബണ്ടിൽ ഷീത്തും നിങ്ങൾക്ക് കാണാം. ഇനി വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിൻഡ് ഓപ്പൺ, വാസ്കുലർ ബണ്ടിൽസ് കൺജോയിൻഡ് ക്ലോസ്ഡ് ആണ്. ഇനി ഫ്ലോയം പാരൻകൈമ പ്രസന്റ് ആണ്, ഫ്ലോയം പാരൻകൈമ ആബ്സെന്റ് ആണ്. ഡൈക്കോട്ട് സ്റ്റെമിലെ വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് വാസ്കുലർ ബണ്ടിൽസ് ആണ് ആൻഡ് വാട്ടർ കണ്ടെയ്നിങ് ക്യാവിറ്റീസ് പ്രസന്റ് ഇൻ വാട്ടർ വാസ്കുലർ ബണ്ടിൽസ് പറയാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 ഫീച്ചർ എഴുതാം. മാർക്ക് അടിസ്ഥാനത്തിൽ വെയിറ്റേജ് നോക്കിയിട്ട് ടേബിൾ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഇനി അടുത്ത് നോക്കിക്കേ. ഒബ്സർവ് ദ ഫിഗർ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ ഗിവൺ ബിലോ. ഐഡന്റിഫൈ എ ബി സി ആൻഡ് ഡി. സിട്രിക് ആസിഡ് സൈക്കിൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. എപ്പോഴും ഈ സൈക്കിൾ പഠിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ വളരെ ഷോർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ നോക്കുക. എ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ്, ബി ആൽഫ കീറ്റ ഗ്ലൂട്ടാറിക് ആസിഡ് ആൻഡ് സി എന്ന് പറയുന്നത് സക്സീനിക് ആസിഡ്, ഡി എന്ന് പറയുന്നത് ഓക്സാലോഅസറ്റിക് ആസിഡ്. ഈ സൈക്കിൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. അടുത്ത ഫിഗർ എന്താണ്? സോഴ്സ് ഓഫ് വിച്ച് പ്ലാന്റ് ഹോർമോൺ ഇസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. റൈറ്റ് 4 റോൾസ് ഓഫ് എബോവ് ഐഡന്റിഫൈഡ് ഹോർമോൺ. ഈ ഫിഗർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഈ ഫിഗർ നോക്കി ഇവിടെ ഏത് ഹോർമോണെ പറ്റിയിട്ടാണ് പറയുന്നതെന്നാണ് നമുക്കറിയാമല്ലേ. ഓക്സിൻസ് ആണ് ഈ ടിപ്പിൽ നിങ്ങൾ കാണുന്നത്. ഓക്സിൻസ് ആണ് എന്താണ് ചെയ്യുന്നത്? ഇനീഷ്യേറ്റ് റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്, പ്രൊമോട്ട് ഫ്ലവറിംഗ്, പ്രിവെന്റ് ഫ്രൂട്ട് ആൻഡ് ലീഫ് ഡ്രോപ്പ് അറ്റ് ഏർലി സ്റ്റേജസ്, പ്രൊമോട്ട് ദ അബ്സിഷൻ ഓഫ് ഓൾഡർ മെച്യൂർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട് ആൻഡ് ഓൾസോ എപ്പിക്കൽ ഡോമിനൻസ്, ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി, കൺട്രോൾ സൈലം ഡിഫറൻഷ്യേഷൻ. അങ്ങനെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഹോർമോൺസും പ്ലാന്റ് ഹോർമോൺസിനെ എല്ലാം പഠിക്കണം. അതുമാത്രമല്ല ഇതിന്റെ ഫംഗ്ഷൻസും ആപ്ലിക്കേഷൻസും പഠിച്ചിട്ട് കേട്ടോ. അടുത്ത് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ C4 പാത്വേ. വളരെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് ഇത് നമ്മുടെ C4 പാത്വേ. ഐഡന്റിഫൈ ദ സെൽ A and B. Name the C4 acid formed through this pathway and name the enzyme involved in the formation of C4 acid. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് ഏതാണെന്ന്. അത് മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന C4 ആസിഡ് ഏതാണെന്നും എൻസൈം ഏതാണെന്നും എഴുതേണ്ടത്. നമുക്കറിയാം എ എന്ന് പറയുന്നത് മീസോഫിൽ സെല്ലും, ബി എന്ന് പറയുന്നത് എന്താണ് ബണ്ടൽ ഷീറ്റ് സെല്ലും ആണ് അല്ലെ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ആസിഡ് എന്താണ്? ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. എൻസൈം എന്ന് പറയുന്നത് എന്താണ്? PEP കാർബോക്സിലേസ് ആണ്. അടുത്ത് നോക്കുക. റുബിസ്കോ is an enzyme that catalyze 2 entirely different processes. Which are the process? In which process chloroplast alone is used as cell organelle? Label the part ABCD in the given diagram. അപ്പോൾ A ഇതാ, B ഇതാ, C ഇതാ, D ഇതാ, ഓരോന്നും ലേബിൾ ചെയ്യാം. A എന്ന് പറയുന്നത് നോക്കാം. കാർബോക്സിലേഷൻ ആൻഡ് ഓക്സിജനേഷൻ, ഫോട്ടോ റെസ്പിറേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ചോദ്യം എന്തായിരുന്നു? വിച്ച് ആർ ദ പ്രോസസ് ആണ്. റുബിസ്കോ എൻസൈം ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് ചോദിച്ചത്. C3 സൈക്കിൾ ആണ് ആൻഡ് ഓക്സിഡേഷൻ, ഫോട്ടോ റെസ്പിറേഷൻ. ഇനി കാർബോക്സിലേഷൻ എന്ന് പറയുന്നതാണ് എന്ത്?
ക്ലോറോപ്ലാസ്റ്റ് എലോൺ യൂസ് ചെയ്യുന്നത്. ഇനി പാർട്ടുകൾ നമുക്ക് ലേബൽ ചെയ്യണം. എ എന്ന് പറയുന്നത് സ്ട്രോമ ലാമെല്ലയാണ്, ബി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഗ്രാനമാണ്, സി ആണ് നമ്മുടെ സ്ട്രോമ ആൻഡ് ഡി ആണ് എന്ത് നമ്മുടെ സ്റ്റാർച്ച് ഗ്രന്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഇതാ വളരെ നിങ്ങൾക്ക് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഫിഗർ അല്ലേ. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് അല്ലേ. ആൻഡ് അപ്രോപ്രിയേറ്റ് ടേംസ് ഗിവൺ വിൻ ദ ബോക്സ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ് FES ആണ്, അതുപോലെ ബി എന്ന് പറയുന്നത് നമ്മുടെ യുബിക്വിനോൺ, സി എന്ന് പറയുന്നത് സൈറ്റോക്രോം ബി ആൻഡ് ഡി എന്ന് പറയുന്നത് സൈറ്റോക്രോം സി ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നും പഠിക്കണം. ഇവിടുത്തെ കോംപ്ലക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത്. ഇപ്പം നോക്കിയിട്ടില്ല ഇതുവരെയെങ്കിൽ ഇനി ഒന്നും കൂടെ നോക്കിയിട്ട് പോക്കോ. ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് കാണാം അനലൈസ് ദ ഡയഗ്രാംസ് ഗിവൺ ബിലോ റെപ്രസെന്റിങ്. എന്തായാലും സെൽ സൈക്കിൾ എന്നൊരു ഫിഗർ വരുന്നതാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. നോക്കാം ഏതാണ് ഈ ഫേസസ്. A and B എഴുതണം. ആൻഡ് ഓൾസോ റൈറ്റ് ടു കീ ഫീച്ചേഴ്സ്. നിങ്ങൾ ഡയഗ്രാം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ കീ ഫീച്ചേഴ്സും പഠിക്കാം. എ എന്ന് പറയുന്നത് എന്താണ് മെറ്റാഫേസ് ആണ്, ബി എന്ന് പറയുന്നത് അനാഫേസ് ആണ്. മെറ്റാഫേസിൽ എന്ത് നടക്കുന്നു, സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു ദ കൈനറ്റോഗോസ് ഓഫ് ക്രോമസോം അല്ലേ. മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ആ ക്രോമസോമിന്റെ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്ത് അതിന് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. അനാഫേസ് എന്ന് പറയുമ്പോഴോ സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രൊമാറ്റിഡ് സെപ്പറേറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തു, ക്രൊമാറ്റോഫോർ എന്ത് ചെയ്തു അല്ലെ, രണ്ട് സെപ്പറേറ്റ് ക്രൊമാറ്റിഡ്സ് ആയി മാറി, അത് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്തത് ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്, ചിലപ്പം നിങ്ങൾ വിട്ടു പോകാറില്ല, പക്ഷെ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റീസെന്റ് വരുന്നതാണ്. നോക്കുക, റൈറ്റ് ദ നെയിം ഓഫ് ഫേസസ് മാർക്ക്ഡ് as A and B. റൈറ്റ് വൺ ഇമ്പോർട്ടൻറ്റ് ഇവന്റ് ഇൻ A and B ആണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്ന S ഫേസ്, നിങ്ങൾക്ക് അറിയാം G1 ഫേസ്, S ഫേസ്, G2 ഫേസ്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന S ഫേസ് ആണ്, ബി എന്ന് പറയുന്നത് G2 ഫേസ് ആണ്. എയിൽ എന്താ നടക്കുന്നത്, DNA സിന്തസിസ് ഓർ റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. G2ലോ പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ് ആൻഡ് സെൽ ഗ്രോത്ത് കണ്ടിന്യൂസ്. ഈ ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, ഒബ്സർവ് ദ ഗിവൺ ഗ്രാഫ്. ദ ഗ്രാഫ് റെപ്രസെന്റ് ദ ഫേസസ് ഓഫ് ഗ്രോത്ത്. തന്നിരിക്കുന്ന ഗ്രാഫിൽ ഫേസസ് കണ്ടുപിടിക്കണം അല്ലെ, ഗ്രോത്ത് കർവ് കണ്ടുപിടിക്കണം, ഡിഫറെന്റ് ഫേസസ് കണ്ടുപിടിക്കണം. ഇവിടെ ടൈമിനനുസരിച്ച് സൈസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ഓർഗൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, സിഗ്മോയിഡ് കർവ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ബ്ലാക്ക് ഫേസ്, അതുപോലെ തന്നെ ലോഗ് ഫേസ് എക്സ്പോണൻഷ്യൽ ഫേസ്, പിന്നെ അത് എന്താവുന്നു സ്റ്റേഷനറി ഫേസ് ആവുന്നു അല്ലേ. അപ്പോൾ ഈ ഗ്രോത്ത് ഫേസ് ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ. അടുത്തത് നോക്കിക്കേ, ഗിവൺ ദ ഡയഗ്രാം ഷോസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമസോം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ മോഡലിലും കൂടെ ചോദിച്ച ചോദ്യമാണ് അല്ലേ. ഐഡന്റിഫൈ 4 ടൈപ്സ് ഓഫ് ക്രോമസോം ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് സെൻട്രോമിയർ ഒബ്സർവ്ഡ് ഇൻ ദ ഫിഗർ ആൻഡ് വാട്ട് ഈസ് സാറ്റലൈറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം, എ എന്ന് പറയുന്നത് കണ്ടോ മെറ്റാസെൻട്രിക് ആണ്, ബി എന്ന് പറയുന്നത് എന്താണ് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് മാറിയിട്ടുണ്ട്, അപ്പോൾ ഇതെന്താണ് മെറ്റാസെൻട്രിക്. അതുപോലെ തന്നെ എയും ബിയും മെറ്റാസെൻട്രിക് ആണ്. പക്ഷെ എന്താണ്, എയിൽ നിങ്ങൾക്ക് മെറ്റാസെൻട്രിക്കിന്റെ കൂടെ സാറ്റലൈറ്റ് കാണാം, സെക്കൻഡറി കൺസ്ട്രക്ഷൻ കാണാം, ബിയിൽ അതില്ല. ഇനി സിയിൽ എന്താണ്, സിയിൽ നിങ്ങൾക്ക് സബ് മെറ്റാസെൻട്രിക് കാണാം, ഡിയിൽ എന്താണ് അക്രോസെൻട്രിക് ആണ്. ഇനി വാട്ട് ഈസ് സാറ്റലൈറ്റ് അല്ലേ, ആദ്യത്തെ നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് മെറ്റാസെൻട്രിക് വിത്ത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ എന്നും കൂടെ എഴുതണം കേട്ടോ. വിത്ത് സെക്കൻഡറി കൺസ്ട്രക്ഷൻ, സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് ചെയ്ത. ഇനി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ക്രോമസോം ഫൗണ്ട് ബിയോണ്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ സം ക്രോമസോം, അതാണ് സാറ്റലൈറ്റ്. അപ്പോൾ സാറ്റലൈറ്റ് എന്താണെന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ ഫിഗറിന്റെയും ഫംഗ്ഷൻസ് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, ദ അറേഞ്ച്മെന്റ് ഓഫ് ഒവ്യൂൾസ് ഇൻ ദ ഓവറീസ് നോൺ ആസ് പ്ലാസന്റേഷൻ. അത് നമുക്കറിയാം. ഗിവൻ ബിലോ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ. പ്ലാസന്റേഷനും വളരെ ഷുവർ ആണ്, മോഫോളജിയിൽ നിന്ന് കുറേ ഫിഗർ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ABC അറിയണം. അതുപോലെ തന്നെ എന്താണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ABC in 1 or 2 sentences. എ എന്ന് പറയുന്നത് നമുക്കറിയാം മാർജിനൽ ആണ്, പി പ്ലാനിലൊക്കെ കാണുന്നതാണ് മാർജിനൽ. ബി എന്ന് പറയുന്നത് ആക്സിയൽ പ്ലാസന്റേഷൻ, സി എന്ന് പറയുന്നത് ഫ്രീ സെൻട്രൽ ആണ്. ഇനി ഓരോന്നിന്റെ പ്രത്യേകത നോക്കാം. പ്ലാസന്റ ഫോംസ് എ റിഡ്ജ് along the ventral structure of ovary and ovules are born on this ridge. ആക്സിയൽ ആണെങ്കിലോ പ്ലാസന്റ is axial and ovules are attached to it in a multilocular ovary. ഫ്രീ സെൻട്രൽ ആണെങ്കിലോ ഒവ്യൂൾസ് ആർ ബോൺ അറ്റ് സെൻട്രൽ ആക്സിസ് ആൻഡ് സെപ്റ്റ ആപ്സ്. അവിടെ സെപ്റ്റ കാണുന്നില്ല. ഓരോന്ന് പഠിക്കുമ്പോൾ അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം, എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് പഠിച്ചു വെക്കുക. ഇതിൽ കൂടുതൽ ഫിഗേഴ്സുകൾ ഉണ്ട്. അപ്പോൾ മോസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള ഫിഗേഴ്സ് ആണ്. അപ്പം മറക്കാതെ നിർബന്ധമായിട്ട് ഇത് ഫുള്ള് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.